കഴിഞ്ഞ 2 വീഡിയോയിലും നമ്മൾ പട്ടായയിലുള്ള നോങ്നൂസ് ഗാർഡനിൽ കുറച്ച് കാഴ്ചകളായിരുന്നു കണ്ടിരുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ എലഫൻറ്റ് ഷോ കണ്ടല്ലോ, അതിനുശേഷം നമുക്ക് അവർ ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഗാർഡനിൽ ഉള്ള ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ. അതിന് ശേഷമാണ് നമ്മൾ ഇതുപോലത്തെ, ഞാൻ പറഞ്ഞല്ലോ ഇത് കുറേ ഏക്കർ കണക്കിന് ഉള്ള സ്ഥലത്താണ് അവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിത് നടന്നു കാണാനോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാനോ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറേ വണ്ടികൾ ഇട്ടിട്ടുണ്ട്. ആ ഒരു വണ്ടിയിൽ നമ്മൾ വിസിറ്റേഴ്സിനൊക്കെ കയറിയിട്ട് അത് ഫില്ലാവുന്ന അനുസരിച്ചിട്ട് അവർ നമ്മളെ ഇങ്ങനെ ഒന്ന് ഗാർഡൻ മൊത്തം ഒന്ന് ചുറ്റി അടിച്ച് ഇതുപോലൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കും. കണ്ടില്ലേ, നല്ല രസമാണ്. നമുക്ക് അത്ഭുതമാവും കേട്ടോ, ഇത്രയും മനോഹരമായിട്ട് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കാണാനായിട്ട്. കണ്ടില്ലേ, ചെറുകയാണ് പോകുന്നത്. ഞാനിപ്പോൾ ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടിരിക്കുകയാണ്, വീഡിയോ ഒത്തിരി ലെങ്തി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ കണ്ടില്ലേ, നമ്മളിങ്ങനെ കാഴ്ച അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ പാകത്തിന് ആണ് അവർ കൊണ്ടുവന്നത്. പിന്നെ ഇടയ്ക്ക് ചില നല്ല ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന ഇത് വരുന്നുണ്ടെങ്കിൽ അവർ നമുക്ക് നിർത്തിത്തരും. എന്നിട്ട് പറയും ഒരു 10-15 മിനിറ്റിനകത്ത് നിങ്ങൾ ഇറങ്ങി വരണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരിടത്ത് കൊണ്ട് നിർത്തിയതാണ് ഈ കാണുന്നതിനകത്ത്. നമുക്ക് അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇറങ്ങാൻ തോന്നത്തില്ല, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഓർക്കിഡൊക്കെ ഉണ്ടല്ലോ, വിവിധതരം ഓർക്കിഡ്, എന്താ രസമെന്നറിയാവോ, ഭയങ്കര രസമായിട്ടുള്ള ഓർക്കിഡ് കളക്ഷൻ ഇഷ്ടം പോലുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെങ്കിലും ചെടികളോട് ഒരു സ്നേഹമുള്ളവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനേ തോന്നത്തില്ല. അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടിൻ്റെ പറ്റിയ ഇടമാണ് കേട്ടോ. എന്തുമാത്രം പൂക്കൾക്കിടയിൽ നിന്നും നമുക്ക് ഫോട്ടോ എടുക്കാമെന്നറിയാവോ, അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ള്. നമ്മുടെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇത്രയ്ക്കും വെറൈറ്റി ആയിട്ടുള്ള ഓർക്കിഡ്സ് കേട്ടോ. അറിയാമല്ലോ, തായ്ലൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇഷ്ടംപോലെ ഓർക്കിഡ് കിട്ടുന്നത്, അതായത് എനിക്ക് തോന്നുന്നു മിക്കവാറും ഉള്ള ഓർക്കിഡൊക്കെ അവിടെ നിന്നാണ് തോന്നുന്നു വരുന്നത്. ഇതൊക്കെ ഞാൻ ചുമ്മാ അവിടെ നിന്നുകൊണ്ട് ഒരു ഫോട്ടോഷൂട്ട് മാതിരി ഞാൻ കുറച്ച് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെയുള്ള അവസരമൊന്നും നമുക്ക് എപ്പോഴും കിട്ടത്തില്ലല്ലോ. അങ്ങനെ ഇതുപോലെ കുറേ കാഴ്ചകൾ. ഇനി നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്ക്. മനോഹരമാണ്. മനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം. പിന്നെ ഇവിടെ ഈ ഒരു സ്ഥലത്തൊക്കെ നമുക്ക് കയറുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു തണുപ്പും ഫീൽ ചെയ്യും കേട്ടോ. അതുവരെ നമ്മൾ ഈ പറഞ്ഞ പോലെ നടന്നും എടുത്തും പിടിച്ചുമൊക്കെ നമ്മൾ കുറച്ച് കുറച്ച് ക്ഷീണിച്ചും വേർത്തുമൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതിനകത്തോട്ട് കയറുമ്പോൾ മനസ്സിന് നല്ലൊരു ഫീലിംഗാണ്. മൊത്തത്തിൽ നമുക്കൊരു കണ്ണിനൊരു കുളിർമ നൽകുന്ന കാഴ്ചകളെന്ന് പറയത്തില്ലേ, അതുപോലാണ് ഇവിടെ നമുക്ക് കയറിയാൽ കിട്ടുന്ന ഒരു ഫീലിംഗ്. ഇനി നിങ്ങൾ കുറച്ച് കാഴ്ചകൾ ഇങ്ങനെ കണ്ടു നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇതെല്ലാം ഇഷ്ടമാകും. ലോകത്തിലുള്ള എല്ലാ ചെടികളും ഒരൊറ്റ കുടക്കീഴിൽ എന്ന് പറയുന്ന പോലാണ് ഇവിടുത്തെ ചെടിയുടെ കളക്ഷൻസും കാഴ്ചകളും ഒക്കെ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകേണ്ടത്. നടന്നുകൊണ്ടല്ല, ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ
ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുന്നത്. വണ്ടിയിൽ പോയാൽ പോലും നമുക്ക് മണിക്കൂറുകളെടുക്കും ഇതൊന്ന് കണ്ടു തീരാനായിട്ട്. കണ്ടില്ലേ ഹാങ്ങിങ് പ്ലാന്റ്സ്, അല്ലാത്ത കുറേ പ്ലാന്റ്സ്. എനിക്ക് തോന്നുന്നു അവിടെ ഇടയ്ക്കിടയ്ക്ക് നഴ്സറി എന്നൊക്കെ എടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവിടെ ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാനും പറ്റുമായിരിക്കും. പക്ഷേ നമുക്കൊരു നിവൃത്തിയില്ലല്ലോ, നമുക്ക് അവിടുന്ന് ഇവിടെ വരെ കൊണ്ടുവരാനായിട്ട് നിവൃത്തിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ. എന്തായാലും വളരെ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു ഇവിടെ നമ്മൾ കണ്ടത്. എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കുറേ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ, അങ്ങനെ വേണം പറയാനായിട്ട്. അടുത്തത് നമ്മളൊരു ബ്രിഡ്ജിൽ കൂടെ ഇതുപോലക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്കിടയ്ക്ക് ചിലയിടത്തൊക്കെ അവർ നിർത്തിത്തരും. അങ്ങനെ ഒരു ബ്രിഡ്ജിൽ കൂടെ നമ്മളിങ്ങനെ നടന്നിങ്ങനെ പോയി കഴിഞ്ഞാൽ വശങ്ങളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലക്കുള്ള കാഴ്ചകളാണ്. എന്ത് രസമാണെന്നറിയോ, വിവിധതരം മൃഗങ്ങളുടെ കൽപ്രതിമകൾ. നമുക്ക് ഇത് ഭയങ്കര വലുതാണ് കേട്ടോ. നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. നിങ്ങൾ ആ ഡൈനോസറിനെയൊക്കെ ഒന്ന് കണ്ടു നോക്ക്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്തായാലും ഇത്. അടുത്തത് നമ്മൾ പിന്നെ പോയത് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതുപോലക്ക് നമ്മൾ നടന്നു പോയി ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയിട്ട് ഇതുപോലക്ക് അവിടെ കുറച്ച് കൊള്ള കാഴ്ചകളാണ് ഇനി നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഇതിലൊക്കെ നമുക്ക് നമ്മുടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലൊക്കെ ഡ്രസ്സ് ചെയ്തൊക്കെ നിൽക്കാം. അതിനൊന്നും നമ്മൾ പോയൊന്നുമില്ല. പിന്നെ അവിടുത്തെ കണ്ടില്ലേ കുറേ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ പിന്നെ വിവിധ തരം പിന്നെ ഇതുപോലൊക്കെ പിന്നെ നമ്മുടെ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വെള്ളത്തിനകത്താണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതുപോലൊക്കെ ആ ഒരു ബോട്ടിൽ കൂടെ നമ്മളെ ഫുള്ളൊന്ന് ചുറ്റിച്ച് കൊണ്ടുവരും. ഇതുപോലൊക്കെ കണ്ടില്ലേ, ഇതുപോലൊക്കെയുള്ളൊരു ബോട്ടിൽ കയറ്റിയിട്ട് വെള്ളമെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അന്നേരം അതിനകത്ത് കയറ്റി നമ്മളെ ഒന്ന് വട്ടം ചുറ്റിച്ച് ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ ഇതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഈ ഒരു കൺസെപ്റ്റാണ് നമ്മുടെ ഈ ഗ്ലോബൽ വില്ലേജിലുള്ളത്, ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നടുക്കൂടെ. അപ്പോൾ അതിനകത്ത് കുറേ കച്ചവടമൊക്കെ നടത്തുന്നവരുണ്ട്, വിവിധതരം ഫുഡ്, അതുപോലെ തന്നെ നമ്മുടെ തായ്ലൻഡിൻ്റെ ക്ലോത്ത്സ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ അവർ അവിടെ കച്ചവടം നടത്തുന്നുണ്ട്. ഈ ചുറ്റുപാടും ഈ നടുക്ക് ഈ ഒരു വെള്ളവുമുണ്ട്, അതിൻ്റെ ചുറ്റുപാടും ഈ ഒരു ഈ മാർക്കറ്റ് നിൽക്കുന്നതും വെള്ളത്തിനകത്ത് തന്നെ, ഇതുപോലെ തന്നെ വെള്ളത്തിനകത്താണ് നിൽക്കുന്നത്. ആ വെള്ളത്തിനകത്ത് നിൽക്കുന്നതിനകത്ത് റെസ്റ്റോറൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. പിന്നെ ഫുഡ് മിനി ഇതായിട്ടുള്ള നമ്മൾ ഫുഡൊക്കെ കിട്ടുന്ന സംഭവങ്ങൾ എല്ലാം അങ്ങനെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും എന്തോ കിട്ടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു ഇതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അതായത് ഇപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കൂടെ ഇങ്ങനെ നമ്മൾ ആ വെള്ളത്തിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളുണ്ട്, നല്ല രസമാണ്. ഇത് നല്ല ഒരു രസകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു ഇതും. പിന്നെ ഈ പോയിടത്തെല്ലാം വേറൊരു രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഒരാൾ ഫോട്ടോ എടുക്കുന്നത്. ഈ ഒരു ഫോട്ടോ എടുക്കുന്നത് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഈ തായ്ലൻഡിൽ പോയ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോൽക്ക് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നിന്ന് ഇതുപോൽക്ക് ഫോട്ടോ എടുക്കും. എന്നിട്ട് നമ്മൾ തിരിച്ച് കയറി ചെല്ലുന്നുണ്ടേ ഈ ഒരു ഫോട്ടോയുടെ പ്രിൻ്റ് ഉണ്ടല്ലോ അവിടെ നിരത്തി ഇങ്ങനെ വെച്ചേക്കും. നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിക്കാം, പക്ഷേ നല്ല വില കൊടുക്കണം. പക്ഷേ അന്യായമായിട്ടുള്ള ഫോട്ടോ ആയിരിക്കും. നമ്മൾ ഇത് കണ്ടില്ലേ, ഇവരിങ്ങനെ ഫോട്ടോ എടുക്കും, അവിടെ ഇവിടെയൊക്കെ മറിഞ്ഞു നിന്നുകൊണ്ട് നമ്മുടെ ഫോട്ടോ എടുക്കും, ഫാമിലി ആയിട്ടുള്ളതും സിംഗിളായിട്ടുള്ളതും ഒക്കെ. തിരിച്ചിറങ്ങി വരുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു, ഇത് എപ്പോൾ എടുത്തതാണെന്ന് വിചാരിക്കും. പിന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യാതെ എടുക്കുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ടുള്ള ഒരു ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. പക്ഷേ ഇത്രയും വില കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കത്തില്ല. അവരുടെ അടുത്ത് ആവുമെന്ന് നമ്മൾ പറഞ്ഞു നോക്കും, നമുക്ക് ഇച്ചിരി വില കുറച്ച് തരാൻ അവർ തരത്തില്ല. അവരുടെ കയ്യിൽ ആ ഫോട്ടോ ഇരുന്നിട്ട് എന്താ പ്രയോജനമെന്ന് നമ്മളും ചിന്തിച്ചു പോകും. ഇത് കണ്ടില്ലേ,
അപ്പുറത്തുള്ള ഒരാൾ നമുക്കിങ്ങനെ ടാറ്റയൊക്കെ തന്നിങ്ങനെ പോവാണ്. ഭയങ്കര രസമാണ് കേട്ടോ. എന്തായാലും ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഒന്ന് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കേണ്ടതാണ്. അത്രയ്ക്ക് മനോഹരമാണ്. അങ്ങനെ കുറച്ച് കാഴ്ചകൾ ഇങ്ങനെ കണ്ട് നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റും ഈ പറഞ്ഞ പോലെ ആ ഒരു ദിവസം ഒന്ന് കാണാൻ പറ്റി. ഇനിയും കുറച്ച് കാഴ്ചകളെന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ കണ്ട കുറച്ച് കാഴ്ചകളാണ്. അതാണ് ബഹുരസം. ഈ പറഞ്ഞ പോലെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത എല്ലാത്തിനെയും കണ്ടില്ലേ, മുതലൊക്കെയാന്ന് തോന്നുന്നു. ഇതിനെല്ലാം അവിടെ ഇറച്ചി കിട്ടും, ഏത് രീതി വേണമെങ്കിലും. തേളിനെയൊക്കെ അതുങ്ങൾ തിന്നുന്നത്. എൻ്റെ ദൈവമേ, അവിടെ കണ്ടു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഓടാൻ തോന്നും. അതുപോലെ തന്നെ നമ്മുടെ ചീവീടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ടില്ലേ, പുഴുവിനെയൊക്കെ അവർ ഫ്രൈ ചെയ്തങ്ങോട്ട് അങ്ങനെ അങ്ങ് തിന്നും. ഇംഗ്ലീഷുകാരും വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇവർക്കൊക്കെ എങ്ങനെയാണെന്നറിയില്ല. ഇങ്ങനെ ഓരോന്നോരോന്ന് നമുക്കവിടെ നിന്നൊന്നും ഫുഡ് കഴിക്കാനേ തോന്നത്തില്ല അങ്ങനെ. പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ഇങ്ങനെ കുറേ ഡ്രസ്സുകൾ, ഇങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ ഡ്രസ്സുകളുണ്ടല്ലോ നല്ല പ്യുവർ കോട്ടനാണ്, നല്ല സുഖമുള്ള തുണികളാണ് കേട്ടോ. ഞാൻ 1-2 കുഞ്ഞു കുഞ്ഞു ചെറിയ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. ഇത് പിന്നെ ഇങ്ങനെ കുറച്ച് ഈ പറഞ്ഞ പോലെ തായ്ലൻഡ് എന്ന് പറയുമ്പോൾ എലഫൻറ്റിൻ്റെയാണ് കൂടുതലും. അപ്പോൾ എലഫൻറ്റിൻ്റെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഇതുപോൾക്ക്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇതുപോലെ കണ്ടിട്ടില്ലേ, ക്രൊക്കഡൈൽ മീറ്റുണ്ട്. പിന്നെ കുറേ എന്തൊക്കെയാണാവോ എനിക്കറിയത്തില്ല. ഈ നമ്മുടെ ചുറ്റിനും കാണുന്ന എല്ലാത്തിനെയും അവർ വറുത്ത് അവിടെ ഇങ്ങനെ നമുക്ക് കപ്പലിൻ്റെ കുറിക്കുന്ന മാതിരി കുറിച്ചുകൊണ്ട് നടക്കാം. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത, ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ പ്രത്യേകത. ഇത് കണ്ടില്ലേ, ഇതും ഇതുപോലെ തന്നെ. ഞാൻ നോക്കിയപ്പം പിന്നെ എന്താണ് അവർ പിന്നെ നമ്മുടെ കുമ്പിളപ്പം മാതിരിയുള്ള എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കോണും ഇതൊക്കെയാണ്. പിന്നെ ഇതുപോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. പറഞ്ഞാലും കണ്ടാലും ഒന്നും തീരത്തില്ല, അത്രയ്ക്കുണ്ടായിരുന്നു കാഴ്ചകൾ. ഇതൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.